വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് തിരുവിതാംകൂർ രാജഭരണത്തെ കുറിച്ചാണ് നമ്മൾ വീണ്ടും പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റാണി ഗൗരി ലക്ഷ്മി ഭായി വരെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് റാണി ഗൗരി ലക്ഷ്മി ഭായിയെ കുറിച്ച് പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വാതി തിരുനാളിന്റെ അമ്മയാണ് ആര്? റാണി ഗൗരി ലക്ഷ്മി ഭായി എന്ന്. അപ്പൊ ഇവരെ കുറിച്ച് വിശേഷിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി എന്ന് പറയാം. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി സ്വാതി തിരുനാളിന്റെ അമ്മയായ റാണി ഗൗരി ലക്ഷ്മിബായി ആണ് ട്ടോ. ഏറ്റവും കുറച്ചു കാലം മാത്രം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി കൂടിയാണ് ഇവർ. വളരെ കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. 1810 മുതൽ 1815 വരെയുള്ള കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ഭരിച്ച വനിതാ ഭരണാധികാരി, ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി ഒക്കെ റാണി ഗൗരി ലക്ഷ്മിബായി. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണെന്ന് വെച്ചാലോ, വേണാട്ടിലെ ആദ്യ വനിതാ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ അപ്പൊ നമ്മൾ ഉമയമ്മ റാണി പറയണം. വേണാട്ടിലെ ആദ്യ ഭരണാധികാരിയാണ് വനിത കേട്ടോ. വേണാട്ടിലെ ആദ്യ വനിതാ ഭരണാധികാരിയെ ചോദിക്കണേ വെച്ചാൽ ഉമയമ്മ റാണിയാണ്. ഇതെന്താ പറഞ്ഞത്? നമ്മള് ആധുനിക തിരുവിതാംകൂറിന്റെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത് റാണി ഗൗരി ലക്ഷ്മിബായി. ഇനി ഇവരെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാലോ. തിരുവിതാംകൂറില് അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരി, തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. 1812 റാണി ഗൗരി ലക്ഷ്മിബായി തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത്. ഓർക്കുക. ഇനി അടുത്തത്, അന്നത്തെ കാലത്ത് എന്താ പറയുന്നത്, ഈ അമ്പലങ്ങളുടെ ഒക്കെ ഭരണം നടത്തിയിരുന്നത് സാധാരണ ആൾക്കാരായിരുന്നു. അപ്പൊ ഈ ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുക്കുകയാണ് 1811. അപ്പൊ 1811 ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ദേവസ്വം ഭൂമികളൊക്കെ സാധാരണ ഉയർന്ന ജാതികൾക്കാരുടെ ആൾക്കാരുടെ ഇടയിൽ അവരുടെ കൈവശമായിരുന്നു. അങ്ങനെ അവരതൊക്കെ ദുരുപയോഗം ചെയ്യുകയാണ്, എന്താ പറയുക, ഒക്കെ കട്ടുമുടിക്കുകയാണ്. അപ്പോൾ ദേവസ്വം ഭരണം ആരെ ഏറ്റെടുക്കുകയാണ്? സർക്കാർ ഏറ്റെടുക്കുകയാണ്. അത് ഏറ്റെടുത്തത് ഏത് വർഷമാണെന്നും കൂടി നമ്മൾ ഓർത്തു വയ്ക്കണം. 1811. അപ്പൊ 1810 മുതൽ 15 വരെയുള്ള കാലഘട്ടത്തിലാണ് റാണി ഗൗരി ലക്ഷ്മിബായി എന്ന് പറഞ്ഞു. അപ്പൊ 1811 ദേവസ്വം ഭൂമി സർക്കാർ ഏറ്റെടുത്തു. 1812 എന്ത് നിർത്തലാക്കി? അടിമക്കച്ചവടം നിർത്തലാക്കുകയും ചെയ്തു. അപ്പൊ 2 പോയിന്റ് ഓർത്തു വയ്ക്കാട്ടോ. ഇനി അതുപോലെ തന്നെ ഇവര് ചെയ്തിട്ടുള്ള വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വാക്സിനേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ അലോപ്പതി ചികിത്സാ രീതി, അതിനെയൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു. അപ്പൊ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയൊക്കെ സാധാരണ രീതിയിൽ പണ്ട് കാലത്ത് ആയുർവേദ ചികിത്സാ രീതിക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അല്ലെ. അപ്പൊ വാക്സിനേഷനും അലോപ്പതി സിസ്റ്റത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു റാണി ഗൗരി ലക്ഷ്മിബായി. അതുപോലെ കള്ളക്കടത്തൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇവര് എന്താണ്, ചൗക്കുകൾ, ഉചിതസ്ഥാനങ്ങളിൽ ചൗക്കുകൾ ഏർപ്പെടുത്തിയ ഭരണാധികാരി. അപ്പൊ കള്ളക്കടത്ത് തടയാൻ ചൗക്കുകൾ ഏർപ്പെടുത്തിയത് റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. അസുഖങ്ങളൊക്കെ തിരുവിതാംകൂറിലെ ജനങ്ങള് നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ അവർക്ക് വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയൊക്കെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ കള്ളക്കടത്ത് തടയാന്ന് പറഞ്ഞ പോലെ തന്നെ, അങ്ങനെ ഉണ്ടെങ്കിൽ കള്ളന്മാരും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ പോലീസ് പിടികൂടുകയും അതിന്റെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾക്കൊക്കെ വേണ്ടി ധാരാളം ജില്ലാ കോടതികൾ സ്ഥാപിക്കുകയാണ്. പത്മനാഭപുരം, തിരുവനന്തപുരം, മാവേലിക്കര, വൈക്കം, ആലുവ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ജില്ലാ കോടതികളും, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ദിവാൻ ഉൾപ്പെടെ 5 ജഡ്ജിമാരുള്ള ഒരു അപ്പീൽ കോടതിയൊക്കെ അവരുടെ വളരെ കുറച്ചു കാലത്തുള്ള ഭരണത്തിന്റെ ഇടയിൽ ആര് ചെയ്യാണ്? റാണി ഗൗരി ലക്ഷ്മിബായി ചെയ്യാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ച ഭരണാധികാരിയാണ്. അപ്പൊ പണ്ട് ഒരു പട്ടയം സിസ്റ്റം ഉണ്ടായിരുന്നു. അവരുടെ ഭൂമിയിൽ നമ്മൾ പണിയെടുക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കണം? പട്ടയം കൊടുക്കണം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ പട്ടയം സിസ്റ്റം ആരംഭിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. അപ്പൊ റാണി ഗൗരി ലക്ഷ്മിബായിയെ കുറിച്ച് ഒന്നും കൂടി ഓർക്കൂ. 1810 മുതൽ 1815 വരെയുള്ള കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ഭരിച്ച വനിതാ ഭരണാധികാരി, ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി, തിരുവിതാംകൂർ വളരെ കുറച്ചു നാൾ മാത്രം ഭരിച്ച വനിതാ ഭരണാധികാരി. അപ്പൊ തിരുവിതാംകൂറിന്റെ വനിതയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വേണാട്ടിലെ ആദ്യ വനിതാ ഭരണാധികാരി എന്ന് പറയുമ്പോൾ നമ്മൾ ആരെ ഓർക്കണം? ഉമയമ്മ റാണി ഓർക്കണം എന്ന് പറഞ്ഞു. വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരികയാണ്. 1810 തൊട്ടാണ് 1811 ഇവർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു നമ്മള്?
എന്താ 11 ചെയ്തത്? 11 ദേവസ്വം ഭൂമികളൊക്കെ ദേവസ്വം ഭൂമികളൊക്കെ ആരെ ഏറ്റെടുക്കുകയാണ്? സർക്കാർ ഏറ്റെടുത്തു. 1812 എന്ത് ചെയ്തു? അടിമക്കച്ചവടം നിരോധിച്ചു. അത് രണ്ടും ഓർക്കുക. പിന്നെ പല സ്ഥലങ്ങളിലും എന്ത് സ്ഥാപിച്ചു എന്നാ പറയുന്നത്? കോടതികൾ സ്ഥാപിച്ചു. ജില്ലാ കോടതികൾ എവിടെയൊക്കെ സ്ഥാപിച്ചു? മാവേലിക്കര, വൈക്കം, ആലുവ, തിരുവനന്തപുരം, പത്മനാഭപുരം, അവിടെയൊക്കെ എന്ത് സ്ഥാപിച്ചു? ജില്ലാ കോടതികൾ സ്ഥാപിച്ചു. ഇനി തിരുവനന്തപുരത്ത് അവരെന്ത് ചെയ്തു? ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരത്ത് ദിവാൻ ഉൾപ്പെടെ 5 ജഡ്ജിമാരുള്ള ഒരു അപ്പീൽ കോടതിയും അവര് എന്താ പറയുന്നത് ഏർപ്പെടുത്തുകയുണ്ടായി. ഇനി ഇത് കൂടാണ്ട് ഇവരെന്താ ചെയ്തത്? ജന്മിമാർക്ക് പട്ടയം നൽകുന്ന ഒരു രീതി ഇവർ കൊണ്ടുവന്നു. പിന്നെ ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്റെ രാജ്യത്തെ ആൾക്കാരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് വാക്സിനേഷൻ സിസ്റ്റവും അലോപ്പതി ചികിത്സാ രീതിയും ഒക്കെ കൊണ്ടുവന്നത് ആരാണ്? ഈ റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ഇവരുടെ കാലത്ത് ഇവര് കേണൽ മൺട്രോ എന്ന് പറയുന്ന ഒരാളെ ദിവാനായിട്ട് നിയമിക്കുകയാണ്. റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്ത് ഉമ്മിണി തമ്പിയെ നീക്കം ചെയ്ത്, ഉമ്മിണി തമ്പിയെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്, ഉമ്മിണി തമ്പിയെ നീക്കം ചെയ്ത് എന്താണ് റെസിഡന്റ് ആയിട്ട് ഇവര് കേണൽ മൺട്രോയെ ദിവാനായിട്ട്, റെസിഡന്റ് ആയിരുന്ന കേണൽ മൺട്രോയെ ദിവാനായിട്ട് നിയമിക്കുകയാണ്. അപ്പോ ഒരേ സമയം റെസിഡന്റും അതുപോലെ തന്നെ ദിവാനുമായിട്ടുള്ള ഭരണാധികാരിയാണ് ആര്? കേണൽ മൺട്രോ. അപ്പൊ കേണൽ മൺട്രോന്റെ സഹായത്തോടു കൂടി തിരുവിതാംകൂറില് ആധുനിക രീതിയിൽ, അതായത് ശരിക്കും ബ്രിട്ടീഷ് മാതൃകയില് അവരെന്താണ് സെക്രട്ടേറിയറ്റ് ഭരണ സംവിധാനം ആരംഭിച്ചു. അപ്പൊ തിരുവിതാംകൂറിൽ ആധുനിക രീതിയിൽ ഒരു സെക്രട്ടേറിയറ്റ് ഭരണ സംവിധാനം ആരംഭിച്ചത് ആരാണ്? നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടാണ് പഠിക്കണം. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം, ഭരണരീതി കൊണ്ടുവന്നത്, ആ ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം കൊണ്ടുവന്നത് റാണി ഗൗരി ലക്ഷ്മിബായി ആണെന്ന് ഓർക്കണം കേട്ടോ. അപ്പൊ ഉമ്മണി തമ്പിക്ക് ശേഷം തിരുവിതാംകൂറിലെ ദിവാനായിട്ട് ആര് വരികയാണ്? കേണൽ മൺട്രോ വരികയാണ്. ഇദ്ദേഹം ഒരു യൂറോപ്യൻ ആണ്. അപ്പൊ തിരുവിതാംകൂറിലെ ആദ്യത്തെ യൂറോപ്യൻ ദിവാൻ എന്ന് നമുക്ക് വിളിക്കാം. ഇനി ഇദ്ദേഹം റെസിഡന്റ് ആയിരുന്നു, അതിനുശേഷം ദിവാനായതാണ്. അപ്പൊ തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റ് ദിവാൻ എന്ന് ഇദ്ദേഹത്തെ വിളിക്കാം. കൂടാതെ ഇദ്ദേഹം തിരുവിതാംകൂറിൽ മാത്രമല്ല കൊച്ചിയിലും ദിവാനായിരുന്നു. അപ്പൊ തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായ ബ്രിട്ടീഷുകാരൻ എന്ന് വിളിക്കാം. കൂടാതെ കൊച്ചിയിൽ ആദ്യമായിട്ട് ദിവാനായിട്ട് അപ്പോയിന്റ് ചെയ്തതും ഇദ്ദേഹത്തെയാണ്. അപ്പൊ കൊച്ചിയിലെ ആദ്യത്തെ ദിവാൻ എന്നും ഇദ്ദേഹത്തെ വിളിക്കാം. അപ്പൊ എന്തൊക്കെ പ്രത്യേകതകളാണ് കേണൽ മൺട്രോയ്ക്ക് നമ്മൾ പറഞ്ഞത്? ഉമ്മിണി തമ്പിക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാനായി എത്തി അല്ലെ. തിരുവിതാംകൂറിലെ ആദ്യത്തെ യൂറോപ്യൻ ദിവാൻ, തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റ് ദിവാൻ, തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ദിവാനായ ബ്രിട്ടീഷുകാരൻ, കൊച്ചിയിലെ ആദ്യത്തെ ദിവാൻ എന്നൊക്കെ ആരെ നമ്മൾ വിളിക്കുന്നു? കേണൽ മൺട്രോയെ നമ്മൾ വിളിക്കുന്നു. ഇനി കേണൽ മൺട്രോയുടെ സഹായത്തോട് കൂടിയിട്ട് ബ്രിട്ടീഷ് മാതൃകയിലൊക്കെ ആധുനിക രീതിയിൽ ഒരു സെക്രട്ടേറിയറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം തിരുവിതാംകൂറിൽ കൊണ്ടുവരുന്നത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി ആണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഈ കേണൽ മൺട്രോന്റെ സഹായത്തോട് കൂടി തന്നെ, അല്ലെങ്കിൽ കേണൽ മൺട്രോ തയ്യാറാക്കിയ ഒരു നിയമ സംഹിതയുണ്ട്. അത് ഏതാണെന്ന് നമ്മൾ പഠിക്കണം. അതിന്റെ പേര് ചട്ടവരിയോലകൾ എന്നാണ്. അപ്പൊ ചട്ടവരിയോലകൾ എന്ന് പറയുന്ന നിയമസംഹിത തിരുവിതാംകൂറിൽ നിലവിൽ വന്നപ്പോൾ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായിയും ആ സമയത്തെ ദിവാൻ ആരാണ്? നമ്മുടെ കേണൽ മൺട്രോയുമാണ്. അപ്പൊ ഒരു തിരുവിതാംകൂറിലെ ഒരു നിയമ സംഹിതയുടെ പേരാണ് ചട്ടവരിയോലകൾ. ഓർക്കുക, ചട്ടവരിയോലകൾ ഒരു നിയമ സംഹിതയാണ് തിരുവിതാംകൂറിലെ. അത് എഴുതി തയ്യാറാക്കിയ വ്യക്തി കേണൽ മൺട്രോയാണ്. ആരുടെ കാലത്താണ്? റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ്. ഇനി അതുപോലെ തന്നെ ഈ തഹസീൽദാർ എന്ന പദവി കൊണ്ടുവന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്ത് ദിവാനായിരുന്ന കേണൽ മൺട്രോയാണ്. അപ്പൊ കാര്യക്കാരൻ എന്നായിരുന്നു അന്നത്തെ ആ തഹസീൽദാറുടെ പോസ്റ്റിന്റെ പേര്. അപ്പൊ കാര്യക്കാരൻ എന്ന പദവി മാറ്റി അദ്ദേഹത്തിന് ഏത് പോസ്റ്റ് കൊടുക്കുകയാണ്? തഹസീൽദാർ എന്ന് പറയുന്ന പോസ്റ്റ് കൊടുത്തു. ഇനി വേണമെങ്കിൽ വേറെ രീതിയിലും ചോദിക്കാം നമുക്ക്. ഈ തഹസീൽദാർ ക്ലിയർ ആയല്ലോ, നമ്മളോട് ചോദിക്കാം തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയപ്പോൾ ആരായിരുന്നു ദിവാൻ? അങ്ങനെയും ചോദിക്കാം. അപ്പൊ നമ്മൾ പറയും ആരാണ്? കേണൽ മൺട്രോയാണ്. ഇപ്പൊ ഈ കേണൽ മൺട്രോ അല്ലെങ്കിൽ ഈ തിരുവിതാംകൂറിലെ റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ് നമ്മൾ പറഞ്ഞത് പല ജില്ലാ കോടതികളും അപ്പീൽ കോടതിയൊക്കെ സ്ഥാപിച്ചു എന്നുള്ളത് അല്ലെ. അതുപോലെ തന്നെ പോലീസ് വകുപ്പ് നിയന്ത്രിക്കുകയും ദിവാന്റെ മേൽനോട്ടത്തിലാക്കുകയും ചെയ്തതും ആരെന്നെയാണ്? കേണൽ മൺട്രോയാണ്. അപ്പൊ തിരുവിതാംകൂറിൽ ഒരു പോലീസ് വകുപ്പ് ഇവരുടെ കാലത്ത് വന്നു. അപ്പീൽ കോടതികൾ വന്നു. അതുപോലെ തന്നെ ജില്ലാ കോടതികൾ നിലവിൽ വന്നു. അടിമ കച്ചവടം നിർത്തലാക്കി. അമ്പലങ്ങളുടെ അല്ലെ ദേവസ്വം ഭൂമിയൊക്കെ ആര്, അല്ലെങ്കിൽ ദേവസ്വം ഭൂമി ദേവസ്വം ഭരണം തന്നെ ആര് ഏറ്റെടുത്തു? സർക്കാർ ഏറ്റെടുത്തു. അലോപ്പതി ചികിത്സാ രീതി കൊണ്ടുവന്നു. വാക്സിനേഷൻ സിസ്റ്റം കൊണ്ടുവന്നു.
കൊണ്ടുവന്നു. കള്ളക്കടത്ത് തടയാനായിട്ട് ചൗക്കകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി കൊണ്ടുവന്നു. ഇതൊക്കെ റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ്. ആ സമയത്ത് ദിവാൻ കേണൽ മൺറോയ് ആയിരുന്നു. ഇത്രയും കാര്യം കഴിഞ്ഞു. വളരെ കുറച്ച് നാൾ 1810 മുതൽ 15 വരെയുള്ള കാലയളവിലാണ് ഇവര് ഭരിച്ചിരുന്നതെങ്കിലും കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഇവരെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ ഈ 1810-15 കാലയളവ് എടുത്തെടുത്ത് ഞാൻ പറയുന്നത് എന്താണെങ്കിൽ ഈ കാലയളവ് നമ്മളോട് ചോദിക്കണം എന്നില്ല, ചോദിക്കാറില്ല അങ്ങനെയൊന്നും. പക്ഷേ ഈ കാലയളവ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ആ കാലയളവ് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടെങ്കിൽ ഓപ്ഷനിൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചില ചോദ്യങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ആവാൻ നിങ്ങൾക്ക് ഉപകാരവും അതുകൊണ്ടാണ്. അപ്പൊ വളരെ കുറച്ച് നാൾ ഭരിച്ചതിന് ശേഷം ഇവര് മരണപ്പെടുകയാണ്. പക്ഷെ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് ഇവരുടെ മകൻ, അതായത് സ്വാതി തിരുനാളിന് പ്രായപൂർത്തിയാവാത്തതുകൊണ്ട് സ്വാതി തിരുനാളിനൊട്ട് രാജ്യഭരണം ഏറ്റെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ എന്താ ഉണ്ടായേ, ഇവരുടെ സിസ്റ്റർ ഭരണം ഏറ്റെടുക്കുകയാണ്. ആ സിസ്റ്ററുടെ പേര്, അപ്പൊ സ്വാതി തിരുനാളിന് വേണ്ടിയിട്ട് റാണി ഗൗരി പാർവതിഭായി ഭരണം ഏറ്റെടുക്കുകയാണ് കേട്ടോ. അപ്പൊ റാണി ഗൗരി പാർവതിഭായി ഏറ്റെടുക്കുകയാണ് സ്വാതി തിരുനാളിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവരൊരു റീജന്റ് ആയിട്ടാണ്. അങ്ങനെ ഒരാൾക്ക് പറ്റാണ്ട് വരുമ്പോ ഭരണം ഏറ്റെടുക്കണേനെയാണ് നമ്മൾ റീജിയന്റ് ഭരണം എന്ന് പറയാം. അങ്ങനെ റീജിയന്റ് ഭരണം ഏറ്റെടുത്തപ്പോ നമുക്ക് വേറൊരു രീതിയിൽ ഇതിനെ വിശേഷിപ്പിക്കാം. തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജിയന്റ് ഭരണാധികാരി, മുഴുവൻ സമയം, അതായത് ഫുൾ ടൈം ഇവരെ എന്താണ് രാജാവിന്റെ അതേ പോസ്റ്റ് ആണ് അല്ലെ, ഭരണാധികാരിയുടെ ഫുൾ അതായത് സ്വാതന്ത്ര്യനാൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആര് ചെയ്യാണ്, റാണി ഗൗരി പാർവതിഭായി ചെയ്യാണ്. വളരെ നല്ലൊരു ലേഡി ആയിരുന്നു. കുറേ അധികം കാര്യങ്ങൾ തിരുവിതാംകൂറിൽ ചെയ്തതാണ്. 1815 മുതൽ 1829 സ്വാതി തിരുനാൾ അധികാരത്തിൽ വരുന്നത് വരെ റാണി ഗൗരി പാർവതിഭായി അദ്ദേഹത്തിന്റെ ചിറ്റമ്മ, ഇളയമ്മ എന്നൊക്കെ നമുക്ക് പറയാം, അവരായിരുന്നു ഭരണം നടത്തിയിരുന്നത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരിയായ ഇവരാണ് തിരുവിതാംകൂറില് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവർ ചെയ്യേണ്ടായി. അതാണ് ഇവരുമായിട്ട് റാണി ഗൗരി പാർവതിഭായിയുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. CRT പുസ്തകങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രൈമറി വിദ്യാഭ്യാസം, ആദ്യം കൊടുക്കേണ്ട വിദ്യാഭ്യാസം നമ്മൾ എന്താണ്, പ്രൈമറി വിദ്യാഭ്യാസം. അപ്പൊ അവിടുന്ന് തൊട്ട്, അതായത് അടിത്തറ വേണം അല്ലെ, ആ പ്രൈമറി വിദ്യാഭ്യാസം സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് എന്താ പറയുന്നത്, സൗജന്യമായിട്ട് വിളംബരം പുറപ്പെടുവിക്കുകയാണ്. അപ്പൊ അത് എല്ലാവർക്കും പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമായിട്ട് വിളംബരം ചെയ്ത പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായി. അപ്പൊ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമായി റാണി ഗൗരി പാർവതിഭായി പ്രഖ്യാപിച്ച വർഷം 1817 വർഷം വളരെ പ്രധാനമാണ്. അപ്പൊ 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കുകയാണ്. വിദ്യാലയങ്ങളൊക്കെ സർക്കാർ ഏറ്റെടുക്കുകയാണ്. വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് ആര് പ്രഖ്യാപിക്കുകയാണ്, റാണി ഗൗരി പാർവതിഭായി പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഇവർ ചെയ്യാണ്. പിന്നെ അടുത്തത് ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ മരാമത്ത് വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ, തിരുവിതാംകൂറിൽ അങ്ങനെ ഒരു മരാമത്ത് വകുപ്പ് ഇവിടെ 1823 ആരംഭിക്കുകയാണ് തിരുവിതാംകൂറിൽ. വർഷം 1823 എന്താരംഭിക്കുകയാണ് തിരുവിതാംകൂറിലെ മരാമത്ത് വകുപ്പ് ആരംഭിക്കുക കേട്ടോ. ഇനി അടുത്തത് ജാതി മത ഭേദമില്ലാതെ എല്ലാവർക്കും വീട് ഓട് മേയാനുള്ള അവകാശം നൽകി എന്നാ പറയണേ. അന്നത്തെ കാലത്തൊന്നും വീട് ഓട് മേയാനൊന്നും പറ്റില്ല. ഉയർന്ന ജാതിയിലുള്ള ആൾക്കാർക്ക് അല്ലാണ്ട് ഓട് മേയാൻ പറ്റില്ല. ഓല മേഞ്ഞുകൊണ്ടുള്ള വീടുകളാണ്. അപ്പൊ സാധാരണ ജനങ്ങൾക്ക് ഓട് മേഞ്ഞുകൊണ്ടുള്ള വീട് പണിയാനുള്ള അവകാശം കൊടുത്തു. കൂടാതെ അടിയറപ്പണം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, അത് അവസാനിപ്പിച്ചു. എന്താ അടിയറപ്പണം എന്ന് പറഞ്ഞാൽ, സാധാരണ ജനങ്ങള് സ്വർണവും വെള്ളിയും ഒക്കെ ഉള്ള വെള്ളിയിലൊക്കെ തീർത്ത ആഭരണങ്ങൾ ധരിക്കണമെങ്കിൽ അതിനെന്ത് വേണം, അടിയറ പണം കൊടുക്കണം എന്നാ പറയണം. അപ്പൊ സാധാരണ ജനങ്ങൾക്ക് സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ആഭരണങ്ങൾ ധരിക്കാനുള്ള അവകാശം നൽകിയവര് അതിനു വേണ്ടിയിട്ടുള്ള അടിയറ പണം എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ നിർത്തലാക്കിയത് ആരാണ്, റാണി ഗൗരി പാർവതിഭായി ആണ്. അപ്പൊ ജാതിപദം ഭേദമില്ലാതെ എല്ലാവർക്കും വീട് പണിയാനുള്ള അവകാശം കൊടുത്തു. സാധാരണ ജനങ്ങൾക്ക് സ്വർണം വെള്ളി ആഭരണങ്ങൾക്ക് ധരിക്കാനുള്ള അവകാശം കൊടുത്തു. അതിനെ നമ്മൾ അടിയറ പണം എന്ന് പറയുന്ന ഒരു ആ ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു, അത് മാറ്റിക്കളഞ്ഞു. ഇനി അടുത്തത് എന്താണ്, പള്ളികള് പണിയുക, അതൊന്നും അനുവദിച്ചിരുന്നില്ല. അപ്പൊ ക്രൈസ്തവർക്ക് എന്താണ്, പള്ളികൾ പണിയാനുള്ള അനുമതി കൊടുത്തു. അപ്പൊ സാധാരണ ആൾക്കാർക്ക് വീട് ഓടുമേയാനുള്ള അവകാശം, പള്ളികൾ പണിയാനുള്ള അവകാശം ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ഈ സമയത്ത് ഈ റാണി ഗൗരി പാർവതിഭായിയുടെ സമയത്ത് തിരുവിതാംകൂറില് എന്താ പറയുന്നത്, ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി തുടങ്ങിയവയുടെ പ്രവർത്തനം ഗംഭീരമായിട്ട് നടക്കുകയാണ്. അതായത് എന്താ, ഈ ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ചർച്ച് മിഷൻ സൊസൈറ്റിയെ കുറിച്ചൊക്കെ ഇതിനു മുമ്പ് കേരള ഹിസ്റ്ററിയുടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള എന്താ പറയുന്നത് സംഘടനകളാണ്. അതിൽ തിരുവിതാംകൂറിലും കൊച്ചിയിലും ചർച്ച് മിഷൻ സൊസൈറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആലപ്പുഴ, കോട്ടയം ഭാഗങ്ങളിൽ
CMS അതൊക്കെ നമ്മള് പറഞ്ഞിട്ടുള്ളതാണ്, മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാൽ കൂടി ഞാൻ ഇവിടെ ഒന്നും കൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ലണ്ടൻ മിഷൻ സൊസൈറ്റി, അപ്പൊ അവരൊക്കെ എന്തിനാണ്, അല്ലെങ്കിൽ ചർച്ച് മിഷൻ സൊസൈറ്റി ഒക്കെ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്? വിദ്യാഭ്യാസത്തിനാണ്. വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചപ്പോൾ, ക്രിസ്ത്യാനികൾക്കിടയിലുള്ള വിദ്യാഭ്യാസം അവർ പ്രചരിപ്പിച്ചപ്പോ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി മുതിർന്ന ഒരു ലേഡി കൂടിയാണ്, അല്ലെങ്കിൽ ഭരണാധികാരി കൂടിയാണ് റാണി ഗൗരി പാർവതിബായി കേട്ടോ. ഇനി നമ്മള് ഇത് അതായത് മിഷണറി സംഘങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അത് തിരുവിതാംകൂർ കൊച്ചി ഭാഗങ്ങളിലല്ല. ഏത് ഭാഗത്താന്ന് പറഞ്ഞാൽ മലബാർ ഭാഗത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മള് എന്താ ഹെർമൻ ഗുണ്ടർട്ടിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ആദ്യത്തെ രാജ്യസമാചാരം അല്ലെ. അപ്പോ ഇവിടെ എന്താ പറയുന്നത്, തിരുവിതാംകൂറിലും കൊച്ചിയിലും എന്തുണ്ടായിരുന്നു? ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ ഒക്കെ പ്രവർത്തനങ്ങൾ ഗംഭീരമായിട്ട് നടത്തിയിരുന്നു. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ചർച്ച് മിഷൻ സൊസൈറ്റിയും, തിരുവിതാംകൂറിലും കൊച്ചിയിലും ചർച്ച് മിഷൻ സൊസൈറ്റി ഉണ്ടായിരുന്നു. അത് ഓർത്തു വെക്കണം. അങ്ങനെ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിലെ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കൊല്ലം ജില്ലയില് മൺട്രോ തുരുത്ത് വിട്ടുകൊടുത്ത ഭരണാധികാരിയാണ് ആര്? റാണി ഗൗരി പാർവതിബായി. കണ്ടോ? അപ്പൊ എന്താണ്, അങ്ങനെ എന്താ പറയാമോ, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രമായിട്ട് പഠനം, അതിനൊന്നും അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എല്ലാ മതവിഭാഗങ്ങളെയും ഒരേ രീതിയിൽ കണ്ട ഒരു ഭരണാധികാരി കൂടിയായിരുന്നു റാണി ഗൗരി പാർവതിബായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി വേളി മുതൽ കഠിനംകുളം കായൽ വരെയുള്ള ജലപാത നമ്മൾ പഠിച്ചിട്ടുണ്ട് കേരള ഫാക്ട്സ് പഠിക്കുമ്പോൾ. പാർവതി പുത്തനാർ അല്ലെ, ഈ പാർവതി പുത്തനാർ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതിബായി. പാർവതി പുത്തനാർ എന്ന് പറയുമ്പോൾ പാർവതിബായി അതറിയാൻ ബുദ്ധിമുട്ടില്ല. അപ്പൊ എവിടെ തൊട്ട് എവിടം വരെയാന്ന് ഓർക്കാം. വേളി മുതൽ കഠിനംകുളം വരെയുള്ള, വേളി കായൽ മുതൽ കഠിനംകുളം കായൽ വരെയുള്ള ജലപാത പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചത് റാണി ഗൗരി പാർവതിബായി. ക്ലിയർ ആയില്ലോ? ഇനി അടുത്തത് ഇവരുടെ വേറൊരു പ്രത്യേകത, ആലപ്പുഴ, കോട്ടയം തുടങ്ങിയ സ്ഥലത്ത് ഇവര് പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചത് ആര്? റാണി ഗൗരി പാർവതിബായി ആണ്. അപ്പൊ റാണി ഗൗരി പാർവതിബായിയെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്നും കൂടി നമ്മളൊന്ന് ഓർക്കുക. റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ സഹോദരിയാണ്. സ്വാതി തിരുനാളിന് പകരമായിട്ട് തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരി എന്ന പൊസിഷൻ ഏറ്റെടുത്ത് നടത്തിയ ലേഡിയാണ് അവര്. 1817 തിരുവിതാംകൂറിലെ എല്ലാ ആൾക്കാർക്കും പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമായിട്ട് കൊടുക്കുകയും തിരുവിതാംകൂറിലെ, അതായത് തന്റെ കീഴിലുള്ള പ്രജകൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം എന്താണ് ഗവൺമെന്റ് ചെലവിൽ തന്നെ നൽകണമെന്ന ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്ത വ്യക്തിയാണ്. പിന്നെ അവര് പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചു. അതുപോലെ ജാതിമതഭേദം ഇല്ലാതെ എല്ലാവർക്കും വീട് ഓടുമേയാനുള്ള അവകാശം കൊടുത്തു. പിന്നെന്താ പറയണത്, സ്വർണം വെള്ളി ആഭരണങ്ങൾ ധരിക്കാനുള്ളത്, അതിനു വേണ്ടിയിട്ടുള്ള അടിയറ പണം എന്ന് പറയുന്ന ആ സിസ്റ്റം തന്നെ അവര് നിർത്തലാക്കി. ക്രൈസ്തവർക്ക് പള്ളികൾ കെട്ടാൻ വേണ്ടിയിട്ടുള്ള അവകാശം കൊടുത്തു. അതുപോലെ തന്നെ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് മൺട്രോ തുരുത്ത് വിട്ടുകൊടുത്ത ഭരണാധികാരിയാണ്. അങ്ങനെ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ വേണ്ടി തിരുവിതാംകൂറിൽ വന്ന തിരുവിതാംകൂർ കൊച്ചിയിലായിട്ട് വന്നിട്ടുള്ള രണ്ട് എന്താ പറയാ ക്രൈസ്തവ സംഘടനകള്, മിഷൻ സൊസൈറ്റികളാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ചർച്ച് മിഷൻ സൊസൈറ്റിയും. ഈ ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ചർച്ച് മിഷൻ സൊസൈറ്റിയും തിരുവിതാംകൂറിലും, അതുപോലെ ചർച്ച് മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ കൊച്ചിയിലും, അതുപോലെ ആലപ്പുഴ, കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളിൽ ചർച്ച് മിഷൻ സൊസൈറ്റി ഒക്കെ വളരെ ഗംഭീരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവരാണ്. എന്നാൽ മലബാറിൽ എടുത്തു ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അഥവാ BEM എന്നാണ് നമ്മൾ പറയുക കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ്. പിന്നെ പറഞ്ഞു ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളി കൂടങ്ങളൊക്കെ സ്ഥാപിച്ചതും ആരുടെ കാലത്താണ്? റാണി ഗൗരി പാർവതിബായിയുടെ കാലത്താണ്. പാർവതി പുത്തനാർ നിർമ്മിക്കുകയാണ് വേളി മുതൽ കഠിനകുളം കായൽ വരെ. അപ്പൊ ഇത്രയാണ് റാണി ഗൗരി പാർവതിബായി. അപ്പൊ 1829 1829 സ്വാതി തിരുനാളിന് റാണി ഗൗരി പാർവതിബായി അധികാരം കൈമാറി കൊടുക്കുകയാണ്. അങ്ങനെ സ്വാതി തിരുനാൾ വരികയാണ്. തിരുവിതാംകൂറിന്റെ തന്നെ സുവർണ കാലഘട്ടം എന്നാണ് സ്വാതി തിരുനാളിന്റെ ഭരണകാലഘട്ടത്തെ അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിന്റെ ഭരണകാലം, സ്വാതി തിരുനാളിന്റെ ഭരണകാലം തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നാണ് വിളിക്കുന്നത്. ഇദ്ദേഹം വളരെയധികം
എന്താ പറയുന്നത്, കലാവാസനയുള്ള ആളും ഭരണകാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും വളരെ സമ്പന്നനായിട്ടുള്ള ആളാണ്. സംഗീതജ്ഞരിൽ എന്താ പറയാ വളരെ ഗംഭീരമായിട്ടുള്ള സംഗീതജ്ഞനാണ്. ധാരാളം കൃതികൾ രചിച്ചിട്ടുള്ള ആളാണ്. കർണാടക സംഗീതം, വീണ വായന, മോഹിനിയാട്ടം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെയധികം തൽപരനായിട്ടുള്ള ആളാണ്. 18-ലധികം ഭാഷകള് കൈകാര്യം ചെയ്യാൻ വശമുള്ള ആളാണ്. അങ്ങനെ കുറേയധികം പ്രത്യേകതകൾ ഉള്ള ആളാണ് സ്വാതി തിരുനാള്. സ്വാതി തിരുനാളിന്റെ കാലഘട്ടം 1829 മുതൽ 1846 വരെയാണ്. അപ്പൊ വളരെ കുറച്ച് കാലഘട്ടമേ ഉള്ളൂ. അതായത് അത്രയും കുറച്ച് നാളാണ് അദ്ദേഹവും ഭരിച്ചിട്ടുള്ളൂ. ഇപ്പൊ സ്വാതി തിരുനാൾ 1829 മുതൽ 1846 വരെ എന്ത് ഭരിക്കുകയാണ്? തിരുവിതാംകൂർ ഭരിക്കുകയാണ്. രാമവർമ്മ എന്നതാണ് സ്വാതി തിരുനാളിന്റെ യഥാർത്ഥ നാമം കേട്ടോ. തിരുവിതാംകൂറിന്റെ സുവർണകാലം, സ്വാതി തിരുനാളിന്റെ ഭരണകാലം. ഇദ്ദേഹത്തെ ഗർഭശ്രീമാൻ എന്ന് വിളിക്കുന്നു അല്ലെ. അടുത്തത് ദക്ഷിണ ഭോജൻ എന്ന് വിളിക്കുന്നു. ഇപ്പൊ ആന്ധ്രാഭോജൻ, അഭിനവ ഭോജൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കൃഷ്ണദേവരായരാണ്. അതുപോലെ തന്നെ ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്നതും ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്നതും സ്വാതി തിരുനാളാണ്. സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നതും ആരെന്നെയാണ്? സ്വാതി തിരുനാൾ തന്നെയാണ്. അപ്പൊ സ്വാതി തിരുനാൾ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സമയത്തുണ്ടായിട്ടുള്ള ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയണത്. ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യം, ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി ആരായിരുന്നു? അതായത് എന്താ ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന വളരെ മോശമായിട്ടുള്ള ഒരു രീതിയായിരുന്നു. ഇപ്പോ കളവൊക്കെ ചെയ്യാന്നിട്ടുണ്ടെങ്കിൽ തിളച്ച നെയ്യിൽ കൈമുക്കുക. കൈമുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ പൊള്ളിയിട്ടില്ലെങ്കിൽ അയാള് എന്താണെന്ന് മനസ്സിലാക്കാം, കള്ളക്കടത്തുകാരനല്ല. അപ്പൊ ഏത് നല്ല ആൾക്കാർ കൈയിട്ട് മുക്കിയാലും തിളച്ച എണ്ണയാണെങ്കിൽ കൈ പൊള്ളില്ലേ. അപ്പൊ അങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നു. ആ പരിപാടി ആര് അവസാനിപ്പിക്കുകയാണ്? ശുചീന്ദ്രൻ കൈമുക്ക് എന്ന് പറയുന്ന പരിപാടി തിരുവിതാംകൂറിൽ ഒരു പ്രാകൃതമായിട്ടുള്ള ഒരു ശിക്ഷാ സമ്പ്രദായമായിരുന്നു. അത് ആരവസാനിപ്പിച്ചു? സ്വാതി തിരുനാൾ അവസാനിപ്പിച്ചു കേട്ടോ. അതുപോലെ തന്നെ ഇദ്ദേഹം തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം. കേരളത്തില് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പറയും 1834 തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. പിന്നീട് 1836 അത് രാജാ ഫ്രീ സ്കൂളായി മാറുന്നു. പഠിക്കാറുണ്ട് കേരളം എഡ്യൂക്കേഷൻ സിസ്റ്റം പഠിക്കുമ്പോ. അപ്പൊ തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ 1834 ആരംഭിച്ച ഭരണാധികാരി സ്വാതി തിരുനാള്. 1836 ഈ സ്കൂൾ എന്തായി മാറി? രാജാ ഫ്രീ സ്കൂൾ എന്ന പേരിലായി മാറി. അടുത്ത PSCയുടെ ചോദ്യം, തിരുവിതാംകൂറിലെ ആദ്യത്തെ കാനേഷുമാരി ആരംഭിച്ച രാജാവ്. കാനേഷുമാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? സെൻസസ് ഉണ്ടല്ലോ, ആ സംവിധാനത്തിനാണ് കാനേഷുമാരി പറയണത്. അത് കൊണ്ടുവന്നത് 1836 കേട്ടോ. അപ്പൊ തിരുവിതാംകൂറിൽ ആദ്യമായി കാനേഷുമാരി കൊണ്ടുവന്നത് 1836 അല്ലെങ്കിൽ സെൻസസ് ആരംഭിച്ച ഭരണാധികാരി സ്വാതി തിരുനാളാണ്. മനസ്സിലാക്കുക. ഇനി അടുത്തത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരുവിതാംകൂറില് എന്താ പറയുന്നത്, ഇദ്ദേഹത്തിന്റെ ചിറ്റമ്മ ചെയ്ത പോലെ തന്നെ സർക്കാരിന്റെ കീഴിൽ തന്നെ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഇദ്ദേഹം ആരംഭിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞത് പ്രാഥമിക വിദ്യാഭ്യാസം സർക്കാരിന്റെ ഡ്യൂട്ടിയാണ് എന്ന് തീരുമാനിക്കുകയാണ് പാർവതിബായി. ഇവിടെ അവർക്ക് ശേഷം വന്ന നമ്മുടെ സ്വാതി തിരുനാള് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കുറേയധികം ഭാഷകളൊക്കെ ഇദ്ദേഹത്തിന് വശമുണ്ടായിരുന്നു. അപ്പൊ തന്റെ രാജ്യത്തുള്ള പ്രജകളും ഭാഷകൾ പഠിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു ഭരണാധികാരിയാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ മഹാരാജാവാണ് സ്വാതി തിരുനാൾ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ ഭരണാധികാരി. പിന്നെ തിരുവിതാംകൂറിൽ ഇദ്ദേഹം 1837 ഒരു വാന നിരീക്ഷണ കേന്ദ്രം ആരംഭിക്കുകയുണ്ടായി. ഓർക്കണം. അപ്പൊ തിരുവിതാംകൂറിൽ വാന നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ പറയാ? സ്വാതി തിരുനാളാണ് പറയാ. അപ്പൊ തിരുവിതാംകൂറിലെ വാന നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചത് ആരാണ്? സ്വാതി തിരുനാളാണ്. ഇനി അതുപോലെ തന്നെ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നവരാത്രി സംഗീതോത്സവം ആരംഭിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു സംഗീതജ്ഞരെയൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആളാണ് ഇദ്ദേഹം അല്ലെ. അപ്പൊ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നവരാത്രി സംഗീതോത്സവം ആരംഭിച്ചു ഇദ്ദേഹം. ഇനി അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കാലത്ത് സംഗീതത്തെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ കാലത്ത് ഇദ്ദേഹത്തിന്റെ ആസ്ഥാന കവിയായിരുന്നു ഇരയിമ്മൻ തമ്പി ട്ടോ. അപ്പൊ ഇരയിമ്മൻ തമ്പി ആസ്ഥാന കവി ഇരയിമ്മൻ തമ്പി എന്നുള്ളൊരു ചോദ്യമല്ല ഉണ്ടാവാറ്. ഓമന തിങ്കൾ കിടാവോ എന്ന ഗാനം
രചിച്ചത് ആരാണ്? സ്വാതി തിരുനാളിനെ ഉറക്കാൻ വേണ്ടി രചിച്ചിട്ടുള്ള ഒരു താരാട്ട് പാട്ടാണ് ഓമന തിങ്കൾ കിടാവോ എന്ന് പറയുന്ന താരാട്ടുപാട്ട്. അത് രചിച്ചത് ആരാണ്? സ്വാതി തിരുനാളിന്റെ ആസ്ഥാന കവിയായ ഇരയിമ്മൻ തമ്പിയാണ് എന്ന് ഓർക്കുക. ഇനി ഇദ്ദേഹത്തിന്റെ എന്താ പറയുന്നത്, ഈ ഇരയിമ്മൻ തമ്പിയാണ് ഉത്തരാ സ്വയംവരം എന്ന് പറയുന്ന ഒരു ആട്ടക്കഥ ഉണ്ട് കേട്ടോ, അത് ചോദിക്കാം. ഉത്തരാ സ്വയംവരം ആട്ടക്കഥ മലയാളം ഭാഗത്ത് ചോദിക്കാൻ പറ്റിയ, സാഹിത്യ ഭാഗത്ത് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്. ഉത്തരാ സ്വയംവരം ആട്ടക്കഥ രചിച്ചതും ആരാണ്? ഇരയിമ്മൻ തമ്പി തന്നെയാണ്. ഇനി സ്വാതി തിരുനാൾ ധാരാളം കൃതികൾ രചിച്ചിട്ടുണ്ട്. ഭക്തമഞ്ജരി, ഉത്സവ പ്രബന്ധം, പത്മനാഭ ശതകം, സ്യാനന്ദപുര വർണ്ണപ്രബന്ധം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൃതികൾ രചിച്ചത് ആരാണ്? സ്വാതി തിരുനാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികളൊന്ന് ഓർക്കൂ. ഭക്തമഞ്ജരി എന്ന കൃതി രചിച്ചത് സ്വാതി തിരുനാൾ. ഉത്സവ പ്രബന്ധം രചിച്ചത് സ്വാതി തിരുനാൾ. അതുപോലെ തന്നെ പത്മനാഭ ശതകം സ്വാതി തിരുനാൾ. നെക്സ്റ്റ് ഏതാന്നാ പറഞ്ഞത്? സ്യാനന്ദപുര വർണ്ണപ്രബന്ധം അത് രചിച്ചതും ആരെന്നെയാണ്? സ്വാതി തിരുനാൾ തന്നെയാണ്. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു കർണാടക സംഗീതം, അതുപോലെ തന്നെ വീണ വായന, അതിലൊക്കെ വളരെയധികം തൽപരനായിരുന്ന വ്യക്തിയായിരുന്നു. മോഹിനിയാട്ടത്തെ പുനരുദ്ധരിച്ചത് ആര്? നമ്മള് ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് പഠിച്ചപ്പോ, അതുപോലെ കേരളത്തിലെ നൃത്തരൂപങ്ങൾ പഠിച്ചപ്പോ അതില് മോഹിനിയാട്ടം പഠിച്ചപ്പോ പറയുണ്ടായി, മോഹിനിയാട്ടത്തിന്റെ പുനരുദ്ധാരണത്തിന് വളരെയധികം പ്രവർത്തിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വാതി തിരുനാളിന്റെ പേര് പറയും. അതുപോലെ തന്നെ 18-ലധികം ഭാഷകൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞു, അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റിയിരുന്ന ആളായിരുന്നു സ്വാതി തിരുനാൾ. ഇദ്ദേഹമാണ് കുതിരമാളിക, കേരളത്തിന്റെ തന്നെ ആദ്യത്തെ ലൈബ്രറി ആയ നമ്മുടെ പബ്ലിക് ലൈബ്രറി തിരുവനന്തപുരത്ത്, അതുപോലെ തന്നെ ഗവൺമെന്റ് പ്രസ്, കാഴ്ച ബംഗ്ലാവ്, നേരത്തെ പറഞ്ഞതാണ് വാനനിരീക്ഷണ കേന്ദ്രം, ഇതൊക്കെ മുൻസിഫ് കോടതി, ജലസേചന മരാമത്ത് വകുപ്പ്, നക്ഷത്ര ബംഗ്ലാവ് ഒക്കെ സ്ഥാപിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഇതൊക്കെ സ്ഥാപിക്കണമെങ്കിൽ മരാമത്ത് വകുപ്പുകളൊക്കെ ആവശ്യമുണ്ടല്ലോ, അപ്പൊ അതൊക്കെ ആരംഭിച്ചത് ആരാണ്? സ്വാതി തിരുനാളാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി സ്വാതി തിരുനാളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പിന്നെ അടുത്തത് പറയാനുള്ളത്, സ്വാതി തിരുനാളിന്റെ കാലത്ത് ഇദ്ദേഹം ഒരു റെസിഡന്റ് വരികയാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ പേര് കല്ലൻ സാഹിബ് എന്നാണ്. എന്താണ് കല്ലൻ സാഹിബ്? അപ്പൊ ഇയാളുമായിട്ട് സ്വാതി തിരുനാളിന് രമ്യതയിൽ പോവാനായിട്ട് സാധിച്ചില്ല അത്ര. അപ്പോ എന്താ ഉണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷെ എന്നാൽ സ്വാതി തിരുനാളിന്റെ സദസ്സിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഇദ്ദേഹം നല്ല ടേംസിലും ആയിരുന്നു. അപ്പൊ അങ്ങനെ സ്വാതി തിരുനാള് കുറച്ച് ഡിപ്രഷനിലും കാര്യങ്ങളിലൊക്കെ ആവുകയാണ് തന്റെ ഭരണത്തിന്റെ അവസാന സമയത്ത്. പിന്നെ അദ്ദേഹത്തിന് ചില അസുഖങ്ങളൊക്കെ പിടിപെടുകയാണ്. അങ്ങനെ 1846 33-ാമത്തെ വയസ്സിൽ സ്വാതി തിരുനാൾ അന്തരിക്കുകയാണ്. അപ്പോ നമ്മൾ അലക്സാണ്ടർ 33-ാമത്തെ വയസ്സിൽ അന്തരിച്ചു എന്ന് നമ്മൾ പഠിക്കേണ്ടില്ലേ, പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരിയായ അലക്സാണ്ടർ. അതുപോലെ തന്നെ സ്വാതി തിരുനാളും തന്റെ 33-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മള് കേരള നവോത്ഥാനം പഠിക്കുമ്പോൾ ഞാൻ പഠനം എന്നിട്ടുള്ളതാണ്, വൈകുണ്ഠസ്വാമിയെ ജയിലിൽ അടച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. വൈകുണ്ഠസ്വാമിയായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ചേർച്ചയിലായിരുന്നില്ല തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സ്വാതി തിരുനാൾ. എന്നാൽ ഇദ്ദേഹത്തിന്റെ സദസ്സിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അവിടെ ഗവൺമെന്റ് ജോലിയൊക്കെ എന്താ പറയുക ചെയ്തിരുന്ന ആളായിരുന്നു തൈക്കാടയ്യ. സൂപ്രണ്ടായിട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ തൈക്കാടയ്യയുടെയൊക്കെ പരിശ്രമ ഫലമായിട്ട് വൈകുണ്ഠസ്വാമിയെ പിന്നീട് എന്താണ് ജയിൽ മോചിതനാക്കുകയാണ് ചെയ്തത്. അപ്പോൾ വൈകുണ്ഠസ്വാമി ജയിലിലടച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാളാണ്. അപ്പൊ ഇത്രയാണ് സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങൾ. അപ്പൊ ഒന്നും കൂടി ഒന്ന് ഓർത്താലോ. 1829 മുതൽ 1846 വരെ തിരുവിതാംകൂറിൽ ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ എന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തെ ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ അല്ലെ, അതുപോലെ തന്നെ പിന്നെന്താണ് സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ പേരുകളിലൊക്കെ വിശേഷിപ്പിച്ചിരുന്നു എന്ന് നമ്മൾ ഓർത്തു വയ്ക്കുക. ഇനി ഇദ്ദേഹത്തിന്റെ കാലാണ് തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ എന്ന പേരുകളൊക്കെ ഓർക്കുക. അതുപോലെ തിരുവിതാംകൂറിലെ കാനേഷുമാരി സിസ്റ്റം, സെൻസസ് സമ്പ്രദായം കൊണ്ടുവന്നു ആര്? അതായത് സ്വാതി തിരുനാൾ. വർഷം 1836. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചു ആര്? സ്വാതി തിരുനാൾ. വർഷം 1834. ഇത് 36 ഇപ്പൊ എന്തായി? രാജ ഫ്രീ സ്കൂളായി എന്നും നമ്മൾ ഓർത്തു വെക്കണം. ഇനി എന്തിനൊക്കെ പ്രോത്സാഹനം നൽകിയിട്ടുണ്ടായിരുന്നു? മോഹിനിയാട്ടത്തിനെ പ്രോത്സാഹിപ്പിച്ച ആളാണ്.
കർണാടക സംഗീതം, വീണ വായന, അതിലൊക്കെ തൽപരനായിട്ടുള്ള ആളാണ്. 18-ലധികം ഭാഷകള് കൈകാര്യം ചെയ്തിരുന്ന ആളാണ്. അതൊക്കെ നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ. ഇനി വാന നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചു, കുതിരമാളിക പണിതു, അതുപോലെ പബ്ലിക് ലൈബ്രറി, കേരളത്തിലെ ആദ്യത്തെ ലൈബ്രറിയാണത്. അപ്പൊ പബ്ലിക് ലൈബ്രറി പണിതു, എഞ്ചിനീയറിംഗ് വകുപ്പ് കൊണ്ടുവന്നു, ഗവൺമെന്റ് പ്രസ് കൊണ്ടുവന്നു, നക്ഷത്ര ബംഗ്ലാവ് കൊണ്ടുവന്നു. അല്ലെ, ഇതൊക്കെ കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ സ്വാതി തിരുനാളാണെന്ന് ഓർത്തു വെക്കണം. ഇനി അടുത്തത് 1846 തന്റെ 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിക്കുകയാണ്. നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നവരാത്രി സംഗീതോത്സവം ആരംഭിച്ചതും സ്വാതി തിരുനാളാണെന്ന് ഓർക്കണം. ഇനി നമ്മൾ പറഞ്ഞു ശുചീന്ദ്രൻ കൈമുക്ക്, വളരെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കി എന്ന് ഓർക്കുക. ഇദ്ദേഹത്തിന്റെ സദസ്സിലെ ആസ്ഥാന കവി ആരായിരുന്നു എന്നാ പറഞ്ഞേ? ആരായിരുന്നു? ഇരയിമ്മൻ തമ്പി. ഇദ്ദേഹത്തെ ഓർക്കാൻ വേണ്ടിയിട്ട്, കൊച്ചുകുട്ടിയായിരുന്ന പോലെ ഓർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം രചിച്ച താരാട്ടുപാട്ട് ഏതാണ്? ഓമനത്തിങ്കൾ കിടാവു എന്നുള്ളതാണ് ആ താരാട്ടുപാട്ട്. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഇനി അദ്ദേഹത്തിന് ശേഷം 33 വയസ്സിൽ മരിക്കുകയാണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ മരണശേഷം ഇദ്ദേഹത്തിന്റെ സഹോദരൻ, അദ്ദേഹത്തിന്റെ അനിയനാണ് വരുന്നത്, ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോ എങ്ങനെയായാലും ചേട്ടൻ അനിയനാവുമ്പോ കലാവാസന ഏകദേശം ഒരേ ബ്ലഡ് അല്ലേ, ഭയങ്കര. ഇദ്ദേഹം ഒത്തിരി കലാകാരനൊക്കെ തന്നെയായിരുന്നു. അദ്ദേഹം കഥകളിയിൽ വളരെ പ്രോത്സാഹനം നൽകിയ ആളായിരുന്നു. അപ്പൊ കഥകളിയുടെ സുവർണ കാലഘട്ടം ആരുടെ കാലഘട്ടം? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം. അപ്പൊ കഥകളി നല്ല ഉയർച്ചയിലെത്തിയത് ഈ ഉത്രം തിരുനാളിന്റെ കാലത്താന്ന് ഓർക്കുക. 1847 തൊട്ട് 1860 വരെ ഇദ്ദേഹം ഉണ്ട്. 1847 തൊട്ട് 1946 സ്വാതന്ത്ര്യനാൾ മരിക്കുന്നത്. 47 തൊട്ട് 1860. അപ്പൊ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്തും ഇദ്ദേഹം തന്നെയായിരുന്നു, ഉത്രം തിരുനാളായിരുന്നു. അത് ഓർക്കുക. അപ്പൊ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നതെന്ന് നമ്മൾ ഓർത്തു വെക്കുക കേട്ടോ. ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട PSC എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം നിങ്ങൾ ഓർക്കണം. 1859 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് ആര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. എത്രയോ പ്രാവശ്യം നമ്മളോട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത തിരുവിതാംകൂർ ഭരണാധികാരി ഉത്രം തിരുനാൾ. വർഷം 1859. 1859 ജൂലൈ 26. വർഷം മാസം ദിവസം വേണം. 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഇദ്ദേഹം ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. ആര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇനി അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഊഴിയം വേല നിർത്തലാക്കിയ ഭരണാധികാരി. അപ്പൊ ഊഴിയം വേല നിർത്തലാക്കിയ ഭരണാധികാരി, നേരത്തെ അടിമ കച്ചവടം നിർത്തലാക്കി എന്ന് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള ഊഴിയം വേല എന്ന് പറയുന്ന സിസ്റ്റം നിർത്തലാക്കിയ ഭരണാധികാരി ഉത്രം തിരുനാൾ. അപ്പോ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം, ഊഴിയം വേല നിർത്തലാക്കി, രണ്ടും ആരുടെ പ്രത്യേകതയാണ്? ഉത്രം തിരുനാളിന്റെയാണ്. ഏത് എന്താ പറയാ കലയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്? കഥകളിക്കാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഇനി അടുത്തത് ആലപ്പുഴയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് 1857 സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ്. പോസ്റ്റ് ഓഫീസ് 1857. ഈ പോസ്റ്റ് ഓഫീസ് PSC ചോദിച്ച മടുത്തൊരു ചോദ്യമാണ്. പക്ഷെ അവര് ചോദിക്കാറില്ല എന്താണെന്നറിയോ? ആലപ്പുഴയിലെ ആദ്യത്തെ, തിരുവിതാംകൂറിലെ ആദ്യത്തെ അഞ്ചൽ ഓഫീസ്, അങ്ങനെ ചോദിക്കാറ്. അഞ്ചൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പോസ്റ്റൽ സിസ്റ്റം ആണ്. അപ്പൊ അഞ്ചൽ ഓട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മാൻ ആണ്. ഇപ്പൊ തിരുവിതാംകൂറിലെ അല്ലെങ്കിൽ ആലപ്പുഴയിലാണ് അത് തുടങ്ങിയത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ്. വർഷം വളരെ പ്രധാനം 1857. ആരംഭിച്ചത് ആരാണ്? ഉത്രം തിരുനാളാണ്. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടില്ലേ ഡാറാസ് മെയിൽ എന്ന് പറയുന്ന ഒരു കയർ ഫാക്ടറി തിരുവിതാംകൂറിൽ ആരംഭിച്ചു എന്നുള്ളത്? 1859 അയർലൻഡുകാരനായ ജെയിംസ് ഡാറാസ് മെയിൽ കയർ ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. എത്രയോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. 1857 ആദ്യ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചപ്പോൾ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1859 ഡാറാസ് മെയിൽ എന്ന് പറയുന്ന കയർ ഫാക്ടറി ആരംഭിച്ചപ്പോൾ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അല്ലെ, ഊഴിയം വേല നിർത്തലാക്കിയത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം കൊടുത്തത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അടുത്തത് നോക്കിയേ, നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ച
തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ച ഭരണാധികാരി ഉത്രം തിരുനാളാണ്. തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം 1857 സ്ഥാപിതമാവുകയാണ്. എന്നിട്ട് ഒരു പുതിയ മന്ദിരമൊക്കെ പണിത് നിർമ്മിച്ച മ്യൂസിയം അതിലേക്ക് 1880 മാറ്റുകയാണ് കേട്ടോ. ഈ മ്യൂസിയത്തിന് നേപ്പിയർ മ്യൂസിയം എന്ന് 1880 പേര് നൽകി. ഈ നേപ്പിയർ മ്യൂസിയം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് ആരെന്ന് ചോദിച്ചാൽ ആയില്യം തിരുനാളാണ്. അപ്പൊ നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ച സമയത്തെ ഭരണാധികാരി ഉത്രം തിരുനാളും, നേപ്പിയർ മ്യൂസിയം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തപ്പോൾ ഭരണാധികാരി ആരായിരുന്നു? ആയില്യം തിരുനാളുമായിരുന്നു. ഇത്രയും വലിയ മ്യൂസിയം അല്ലേ, അപ്പൊ അതുകൊണ്ട് അതിന്റെ ഡിസൈനറുടെ പേരൊന്ന് ഓർത്തു വെച്ചോളോ, റോബർട്ട് ചിഷോം. ആരാണ്? റോബർട്ട് ചിഷോം. അപ്പൊ റോബർട്ട് ചിഷോം ആണ് നമ്മുടെ നേപ്പിയർ മ്യൂസിയത്തിന്റെ ഡിസൈനർ എന്ന് ഓർക്കുക. തിരുവനന്തപുരത്ത് മൃഗശാല, ഉദ്യാനം ഇതൊക്കെ സ്ഥാപിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്ത് തന്നെയാണ് കേട്ടോ, ഉത്രം തിരുനാളിന്റെ കാലത്ത് തന്നെയാണ്. അപ്പൊ ഒന്നും കൂടി ഉത്രം തിരുനാളിനെ ഓർക്കൂ. സ്വാതി തിരുനാളിന്റെ സഹോദരനായ ഉത്രം തിരുനാള് സ്വാതി തിരുനാളിന്റെ മരണശേഷം 1847 അധികാരത്തിൽ വരികയും 1860 വരെ ഭരണം തുടരുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ കഥകളിയുടെ സുവർണ കാലഘട്ടം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. ഇദ്ദേഹമാണ് അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള ഊഴിയം വേല നിർത്തലാക്കിയത്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം കൊടുത്തത് 1859 ജൂലൈ 26 കൊടുക്കുന്നത്. 1857 ആലപ്പുഴയിൽ ആദ്യത്തെ അഞ്ചൽ ഓഫീസ് ആരംഭിക്കുമ്പോൾ, തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ്, അഞ്ചൽ ഓഫീസ് ഒക്കെ ആരംഭിക്കുമ്പോഴുള്ള ഭരണാധികാരി. 1859 ഡാറാസ് മെയിൽ എന്ന കയർ ഫാക്ടറി ആരംഭിക്കുമ്പോൾ ഭരണാധികാരി. ഡാറാസ് മെയിൽ എന്ന കയർ ഫാക്ടറി ആരംഭിച്ചത് അയർലൻഡുകാരനായ ജെയിംസ് ഡാറ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ സമയത്ത് ഇദ്ദേഹമായിരുന്നു ഭരണാധികാരി. ഇനി തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. 1857 ഇദ്ദേഹത്തിന്റെ കാലത്ത് 57 നേപ്പിയർ മ്യൂസിയം ഒക്കെ സ്ഥാപിക്കുകയാണ്. പക്ഷെ അതൊരു പുതിയ മന്ദിരം നിർമ്മിച്ച് അദ്ദേഹം പുതിയ മ്യൂസിയം അതിലേക്ക് മാറ്റിയത് 1880 കാലഘട്ടത്തിലാണ് കേട്ടോ, 80. അപ്പോഴാണ് നേപ്പിയർ മ്യൂസിയം അതിന് പേരൊക്കെ കൊടുക്കുന്നത്. അപ്പൊ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് ആയില്യം തിരുനാളാണ് നേപ്പിയർ മ്യൂസിയം. എന്നാൽ നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ച സമയത്തെ ഭരണാധികാരി ചോദിച്ചു കഴിഞ്ഞാൽ ഉത്രം തിരുനാളിന്റെ പേരാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഉത്രം തിരുനാൾ മഹാരാജാവിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ആയില്യം തിരുനാളും വിശാഖ തിരുനാളും ചിത്തിര തിരുനാളും അങ്ങനെയൊക്കെ ഒരു 3-4 പേര്, ശ്രീമൂലം നാളെയൊക്കെ നമുക്ക് പഠിക്കണം. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുക തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.